നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം UDF നിലനിർത്തി. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഈ മാസം 20-ന് നാടിന് സമർപ്പിക്കും. ട്രയൽ റണ്ണിന്റെ സ്വിച്ച് ഓൺ കർമ്മം KB ഗണേഷ് കുമാർ നിർവഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും അംഗബലവുമില്ലാതെ കൊട്ടാരക്കര റൂറൽ പോലീസ് നട്ടം തിരിയുന്നു. വാർത്തകൾ വിശദമായി. പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി UDF നിലനിർത്തി. ശനിയാഴ്ച രാവിലെ മുതൽ പിറവന്തൂർ സർക്കാർ LP സ്കൂളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നജീബ് ഖാന്റെ നേതൃത്വത്തിലുള്ള UDF പാനലാണ് ബഹുഭൂരിപക്ഷത്തോടെ ഭരണസമിതി നിലനിർത്തിയത്. നിലവിൽ നജീബ് ഖാൻ പ്രസിഡന്റായുള്ള ഭരണസമിതി തന്നെയാണ് ബാങ്ക് ഭരണം നിർവഹിച്ചു പോകുന്നത്. 9 മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും നിലവിലെ പ്രസിഡന്റ് നജീബ് ഖാന് തന്നെയാണ്. സമാധാനപരമാണ്. ആളുകളൊക്കെ വളരെ താല്പര്യത്തോടുകൂടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരുന്നുണ്ട്. നജീബ് ഖാനെ കൂടാതെ K തോമസ്, PG രാജൻ, റിയാസ് മുഹമ്മദ്, B മനോജ് കുമാർ, ഗിരിജ തുളസീധരൻ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷേർലി ഗോപിനാഥ്, സുബി വിനോദ്, K ശ്രീധരൻ എന്നിവരാണ് UDF പാനലിൽ മത്സരിച്ചു വിജയിച്ച 9 പേർ. പിറവന്തൂർ സർക്കാർ LP സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. LDF-ഉം UDF-ഉം തമ്മിൽ നടന്ന മത്സരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് പത്തനാപുരത്ത് നിന്നും പുനലൂരിൽ നിന്നും വൻ പോലീസ് സംഘം പോളിംഗ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചിരുന്നു. പോലീസ് സംഘത്തിന്റെ സംരക്ഷണയിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച മുഴുവൻ സഹകാരികൾക്കും പ്രസിഡന്റ് നജീബ് ഖാൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചരിത്ര പ്രസിദ്ധമായ പട്ടാഴി പൊങ്കാല ഞായറാഴ്ച രാവിലെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12,000-ലധികം പൊങ്കാല അടുപ്പുകൾക്കുള്ള കൂപ്പണുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പട്ടാഴി ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ാം തീയതി രാവിലെ 6 മണിക്ക് VHP സംസ്ഥാന സെക്രട്ടറി കുമ്മനം രാജശേഖരൻ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. പ്രസാദ വിതരണത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം സുഭാഷ് വാസു നിർവഹിക്കും. 12,000-ലധികം പൊങ്കാല അടുപ്പുകൾക്കുള്ള കൂപ്പൺ വിതരണം പൂർത്തിയാക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 12,000-ഓളം പൊങ്കാല രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട്. ഇനിയും കൂടുതലായി രജിസ്ട്രേഷനുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊങ്കാല ദിവസം 6:30 വരെ നമുക്ക് പൊങ്കാല നടത്തുവാൻ വേണ്ടിയുള്ള കൂപ്പണുകൾ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് 50 രൂപ ക്രമത്തിലും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ സാധനങ്ങൾ നൽകി കൊടുത്തിട്ടുള്ള കൂപ്പണുകൾക്ക് സാധനങ്ങൾ കൊടുത്തിട്ടുള്ള കൂപ്പണുകൾ 100 രൂപയും എന്ന ക്രമത്തിൽ അവിടെ നിന്നും കൂപ്പണുകൾ ലഭിക്കുന്നതാണ്. സമീപ മേഖലകളിലെ KSRTC ഡിപ്പോകളിൽ നിന്നെല്ലാം വാഹന സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ AR അരുൺ, B ഹരികുമാർ, T ബാലകൃഷ്ണൻ, രഞ്ജിത് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ജില്ലാതല പഠന ക്ലാസും സെമിനാറും കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. MLA അഡ്വക്കേറ്റ് ഐഷ പോറ്റി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പരിപാടികൾ നടത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങളൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ശരിയും തെറ്റും തിരിച്ചറിയാൻ തക്കോണം രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അനുമോദിച്ചും കൂടി എഴുതിക്കൊണ്ടും തെറ്റ് ചെയ്താൽ അതിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെ തന്നെ പോകണം. ഈ നാട്ടിലെ ഒട്ടേറെ കാര്യങ്ങൾക്ക് കറക്ഷനായിട്ട് നിൽക്കുന്ന ഒരു ഏജൻസിയാണ് തീർച്ചയായിട്ടും പത്രപ്രവർത്തകർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ. അത് എനിക്ക് നന്നായി അറിയാം. കൊട്ടാരക്കര പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് P ഐഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം R തുളസി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി K ശശികുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഐഷ പോറ്റി MLA അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി U വിക്രമൻ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. ഭാരവാഹികളായ G സുരേഷ്, K ജോൺ, S വേണു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നാടുകാണാനിറങ്ങിയ മുള്ളൻ പന്നിയെ കാട്ടുവള്ളി പടർപ്പുകളിൽ നിന്നും നാട്ടുകാരും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി. സ്ഥലത്ത് കാഴ്ച കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. ഓയൂർ പരുത്തിയറ ഭാഗത്താണ് മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. ഓയൂർ പരുത്തിയറ ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. ഏകദേശം 20 കിലോ ഭാരം വരുന്ന മുള്ളൻ പന്നി സമീപത്തെ ചാലിലെ വള്ളിപ്പടർപ്പിൽ കുടുങ്ങുകയായിരുന്നു. സ്ഥലത്തെത്തിയ നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു. പ്രാദേശികമായിട്ട് ഇതുപോലൊരു സ്ഥാനത്ത് ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഡെയ്സി ഇത് കാണുകയും ഞങ്ങളെല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. വിളിച്ചു വരുത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ് ഞങ്ങൾ അറിയുന്നത്. ഇതിൻ്റെ ഒരു സീരിയസ് ഇങ്ങനെ ഒരു മുള്ളൻപന്നിയാണെന്നും ഇത് ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു മുള്ളു തെറിക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ
ഇതിനെ ഞങ്ങൾ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും പൊന്തക്കാട്ടിൽ കുടുങ്ങിക്കിടന്ന മുള്ളൻ പന്നിയെ ഏറെ നേരം ഉറുമ്പാക്രമിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ വനപാലകർ മുള്ളൻ പന്നിയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കുരുക്കഴിച്ച് ശരവേഗത്തിൽ പാഞ്ഞു. പിന്തുടർന്ന നാട്ടുകാർ 5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ചണച്ചാക്ക് ഉപയോഗിച്ച് വിരുതനെ കുടുക്കുകയായിരുന്നു. പിന്നീട് വനപാലകർക്ക് കൈമാറുകയും ചെയ്തു. വലയിലായ മുള്ളൻ പന്നിയെ വനമേഖലയിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പിറവന്തൂരിലെ കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഫെബ്രുവരി 20 കമ്മീഷൻ ചെയ്യുമെന്ന് കെ വി ഗണേഷ് കുമാർ MLA. പദ്ധതിയുടെ ട്രയൽ റണ്ണിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 22 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് 20-ാം തീയതി കമ്മീഷൻ ചെയ്യുന്നത്. 2001 തുടക്കമിട്ട പദ്ധതി പൊതുമരാമത്ത് വകുപ്പിന്റെ നൂലാമാലകളിൽ കാലതാമസം നേരിട്ടെങ്കിലും 2013-2014 സാമ്പത്തിക വർഷത്തിൽ പണികൾ വേഗത്തിലാക്കുകയായിരുന്നു. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പൈപ്പ് ലൈൻ കണക്ഷൻ പുതുതായി എടുക്കുന്നത് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി പത്തനാപുരം സിവിൽ സ്റ്റേഷനിൽ വില്ലേജ് ഓഫീസിന് സമീപത്തായി ഓഫീസ് തുറന്നിട്ടുണ്ട്. BPL കാർഡുടമകൾക്ക് പ്രതിമാസം നിരക്കിലും മറ്റും കണക്ഷൻ അനുവദിച്ചിട്ടുള്ളതായും കൂടുതൽ പ്രദേശവാസികൾക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്നും സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്ന നിയോജക മണ്ഡലമായി പത്തനാപുരത്തെ മാറ്റുമെന്നും കെ വി ഗണേഷ് കുമാർ MLA പറഞ്ഞു. ഈ പദ്ധതി ഏറ്റവും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇതിൽ വരുന്ന വെള്ളം, പൈപ്പിലൂടെ വരുന്ന വെള്ളം നിങ്ങൾക്ക് തുറന്ന് നേരിട്ട് കുടിക്കാൻ കഴിയുന്ന തരത്തിൽ ശുദ്ധീകരിച്ച വെള്ളമാണ്. രോഗാണുവിയുക്തമായിട്ടുള്ള വെള്ളം ഓരോ മണിക്കൂറിലും ഇവിടെ പരിശോധിക്കും. മാത്രമല്ല, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ടാപ്പുകളിൽ നിന്ന് എടുക്കുന്ന വെള്ളം കൊല്ലത്ത് കൊണ്ടുപോയി പരിശോധന ഉണ്ടാവും എല്ലാ ആഴ്ചകളിലും. ഇവിടെ ഓരോ മണിക്കൂറിലും പരിശോധിച്ച ശുദ്ധീകരിച്ച വെള്ളമാണ് ലഭിക്കാൻ പോകുന്നത്. നഗരങ്ങളിൽ പോലും ലഭിക്കുന്നതിനേക്കാൾ വളരെ നല്ല വെള്ളം നമുക്കിവിടെ കിട്ടും. 5 തട്ടുകളിലായിട്ടാണ് ഫിൽറ്റർ ചെയ്തത്. വെള്ളം ശുദ്ധീകരിച്ചാണ് കിണറ്റിലേക്ക് വരുന്നത്. ഒരു ഘട്ടം അവിടെ നിന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഈ പ്ലാന്റിൽ നിന്നും മറ്റ് 4 തരത്തിലുള്ള ശുദ്ധീകരണം ക്ലോറിനും കൂടി ചേർത്തതിന് ശേഷമാണ് വിതരണത്തിനായി വരുന്നത്. ഇത് ഇപ്പോൾ ഈ പ്ലാന്റ് നിൽക്കുന്ന കുരിയോട്ടുമലയിൽ നിന്നും എരിക്കാട്ടൂർ വഴി ആദ്യം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മേഖല എരിക്കാട്ടൂർ, കമുകഞ്ചേരി, മാക്കുളം പാലം കടന്ന് സിവിൽ സ്റ്റേഷൻ നിൽക്കുന്ന പള്ളിമുക്കിൽ വന്ന് അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസിന് അവിടെ വന്നിട്ട് മഞ്ചള്ളൂർ ഭാഗത്തേക്കും കുണ്ടയം ഭാഗത്തേക്കുള്ള ലൈനാണ് ഇപ്പോൾ ആദ്യം ചാർജ് ചെയ്യാൻ പോകുന്നത്. റോഡ് മുറിക്കുന്നതിനുണ്ടായ ചില തടസ്സങ്ങളാണ് താമസമായത്. പക്ഷെ പത്തനാപുരം ടൗണിലേക്ക് വരുന്ന ലൈനിന് റോഡ് മുറിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അത് മുറിക്കുന്ന ദിവസം തന്നെ ടാർ ചെയ്യത്തക്ക രീതിയിലുള്ള തൊട്ടടുത്ത ദിവസം തന്നെ ടാർ ചെയ്യത്തക്ക ഒരു കോൺട്രാക്ട് PWD അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ പത്തനാപുരം ടൗണിലേക്ക് വരും. കല്ലിങ്കടവ് വരെയുള്ള പ്രദേശത്തേക്ക് മെയിൻ പൈപ്പ് ലൈൻ ടൗണിലൂടെ വലിക്കുന്ന തൊട്ടടുത്ത ദിവസം തന്നെ അത് കോൺക്രീറ്റ് ഇട്ടോ അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്, വീണ്ടും ടാർ ചെയ്യുക എന്നുള്ളതാണ് PWD തീരുമാനം. 2029 പത്തനാപുരം, പിറവന്തൂർ പഞ്ചായത്തുകളിൽ പ്രതീക്ഷിക്കുന്ന ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ കുടിവെള്ള വിതരണ പദ്ധതിയാണിത്. ഒരാൾക്ക് 40 ലിറ്റർ എന്ന തോതിൽ പ്രതിദിനം 4.29 ലക്ഷം ലിറ്റർ ശുദ്ധജലമാണ് പദ്ധതി വഴി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശുദ്ധീകരണ പദ്ധതിയിൽ ആധുനിക സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിക്ക് 3 ഘട്ടങ്ങളായാണ് അനുമതി ലഭിച്ചത്. 3ാം ഘട്ടമായി ARPയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് 5 കോടിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ പ്രധാന ജലവിതരണ കുഴലുകൾ കടന്നുപോകുന്നത് പുനലൂർ പത്തനാപുരം മെയിൻ റോഡിലൂടെയാണ്. എന്നാൽ ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം ഏറ്റെടുത്ത KSTP ജലവിതരണ ശൃംഖലകൾ ഈ റോഡിലൂടെ സ്ഥാപിക്കുന്നത് 2013 ഏപ്രിൽ മാസത്തോടെ തടഞ്ഞിരുന്നു. തുടർന്ന് പത്തനാപുരം MLA കെ വി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് പണികൾ ഫെബ്രുവരിയിൽ ആരംഭിക്കാൻ KSTPയുടെ അനുവാദം ലഭിച്ചത്. പദ്ധതിയുടെ 1ാം സോണിൽ ഉൾപ്പെടുന്ന 18 കിലോമീറ്റർ വിതരണ ശൃംഖല 1ാം ഘട്ടമായി കമ്മീഷൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇതിൽ കുരിയോട്ടുമല, എലിക്കാട്ടൂർ, കമുകഞ്ചേരി, മാക്കുളം ഭാഗം വരെയുള്ള പ്രധാന പൈപ്പ് ലൈനും ഇതിന്റെ ബ്രാഞ്ച് റോഡുകളിലെ ലൈനുകളും ഉൾപ്പെടുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിന് മുന്നോടിയായി MLA കെ വി ഗണേഷ് കുമാർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നെല്ലിപ്പള്ളിക്ക് സമീപം കല്ലടിയാറ്റിൽ വയോധികന്റെ മൃതശരീരം കണ്ടെത്തി. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. പുനലൂർ ഹൈസ്കൂൾ വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന് സമീപത്താണ് മൃതശരീരം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. വെള്ളമുണ്ടും ഷർട്ടുമാണ് വേഷം. ആറ്റിൽ കുളിക്കാനെത്തിയവർ മൃതശരീരം കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പുനലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രായാധിക്യത്തിന്റെ അവശതകൾ മറന്ന് പക്ഷികളുമായി ചങ്ങാത്തം കൂടുകയാണ് കോക്കാട് നിവാസിയായ മുത്തച്ഛൻ. പ്രദേശവാസികളുടെ പ്രിയപ്പെട്ട പ്രാവപ്പൂപ്പനെ പരിചയപ്പെടാം. പ്രായാധിക്യത്തിന്റെ അവശതകളെ അവഗണിച്ച് പ്രാവുകളുമായി ചങ്ങാത്തം കൂടുന്ന ഈ അപ്പൂപ്പൻ കോക്കാട് നിവാസികളുടെ പ്രിയപ്പെട്ട പ്രാവപ്പൂപ്പനാണ്. കോക്കാട് തടത്തിവിള വീട്ടിൽ ദാമോദരൻ പിള്ളയുടെ ഈ ചങ്ങാത്തത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. കോക്കാട് ജംഗ്ഷനിൽ കട നടത്തുകയാണ് ദാമോദരൻ പിള്ള. പുലർച്ചെ 6 മണിക്ക് ദാമോദരൻ പിള്ള കടയിലെത്തും. അപ്പോഴേക്കും സമീപത്തുള്ള മരച്ചില്ലകളിലും മറ്റ് കടകളുടെ മുകളിലും പ്രാവപ്പൂപ്പനെയും കാത്ത് കൂട്ടമായി പ്രാവുകൾ തമ്പടിച്ചിരിക്കും. കട തുറന്നാൽ ഉടൻ തന്നെ പ്രാവുകൾ പറന്ന് അടുത്തെത്തും. ദാമോദരൻ പിള്ള അവർക്ക് വയർ നിറച്ച് ഭക്ഷണം നൽകും. മണിക്കൂറുകളോളമുള്ള ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ പ്രദേശവാസികൾക്ക് കൗതുക കാഴ്ചയാണ്.
ആന ഭാഗത്തുനിന്ന് പറന്നങ്ങ് മിച്ചിട്ട് വരുമോ, ഇവിടെ കടയുടെ മുമ്പിൽ വരുമോ, വന്നിട്ട് ഇനി കടയിൽ കയറിയേക്കോ. അപ്പോൾ ഞാൻ കട തുറക്കുന്ന പിന്നെ തുറക്കും, അവർക്ക് ചാപ്പാട് കൊടുത്തു വെച്ച് തുറക്കും, ഒരു നിര എടുക്കും. ചാപ്പാടും കൊണ്ട് ഇറങ്ങി വരുന്നിടം വരെ ഇവിടെ കാത്തിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഇത് വാരി ഇട്ട് കൊടുക്കും, അത് തിന്നും, കയറി അവിടെ അത് നേരെ പോയി അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ഞാൻ പടക്കി വെച്ചൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാം അവിടെ വന്ന് ഇറങ്ങി കഴിക്കും. ഞാൻ പിന്നെ തുറന്ന് കപ്പലണ്ടി എടുക്കുന്നുണ്ട്, മുറ്റത്തിറങ്ങുമ്പോൾ എല്ലാം എൻ്റെ ശരീരത്തിൽ വരും. ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഈ 80-കാരന്റെ സ്നേഹപ്രകടനത്തിന് അതിർവരമ്പുകളില്ലാത്ത സ്നേഹം തിരിച്ചു നൽകി പ്രാവുകൾ ദിവസവും വിരുന്നെത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. മാലിന്യ സംസ്കരണത്തിന് നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ഒഴിഞ്ഞ ഭാഗത്താണ് മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ആശുപത്രിയിലെ മാലിന്യവും രോഗികൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നത്. മരുന്നുകുപ്പികൾ അടക്കമുള്ള മെഡിക്കൽ മാലിന്യങ്ങളും മോർച്ചറിക്ക് മുൻപിൽ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ വന്നു പോകുന്നത്. 2 ആഴ്ച മുൻപ് ഇവിടെ തെരുവുനായ ചത്തുകിടന്നത് ദിവസങ്ങൾ കഴിഞ്ഞാണ് നീക്കം ചെയ്തത്. മോർച്ചറിയിലെത്തുന്നവർക്ക് മൂക്കുപൊത്താതെ ഇവിടേക്ക് കടന്നുവരാൻ കഴിയില്ല. ആശുപത്രിക്കുള്ളിൽ കുന്നുകൂടുന്ന മാലിന്യം സംസ്കരിക്കാൻ സംവിധാനം ഒരുക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രോഗികൾക്ക് കൂട്ടിരിക്കാനെത്തുന്നവർ രോഗം പിടിപെട്ട് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയാണ്. 2 ഏക്കറോളം സ്ഥലം താലൂക്ക് ആശുപത്രിക്കുണ്ട്. എന്നാൽ ഒഴിഞ്ഞ സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടിയും ആശുപത്രി അധികൃതരോ ആരോഗ്യവകുപ്പോ ഇനിയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അടിസ്ഥാന സൌകര്യവും അംഗബലവുമില്ലാതെ കൊട്ടാരക്കര റൂറൽ പോലീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ഒഴിവുകൾ നികത്തുന്നതിലെ കാലതാമസമാണ് കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും താളം തെറ്റിക്കുന്നത്. കൊട്ടാരക്കര ആസ്ഥാനമായ റൂറൽ ജില്ലയുടെ പ്രവർത്തനത്തിനായി എസ്പിയും ഡിവൈഎസ്പിമാരുമുണ്ടെങ്കിലും കുറ്റാന്വേഷണത്തിനും ക്രമസമാധാന പാലനത്തിനും വേണ്ടുന്ന തരംതിരിവ് പോലും സ്റ്റേഷനുകളിൽ നടത്തിയിട്ടില്ല. ഇതുകാരണം രജിസ്റ്റർ ചെയ്ത ഭൂരിപക്ഷം കേസുകളിലും അന്വേഷണം നടക്കുന്നുമില്ല. റൂറൽ ജില്ലാ പരിധിയിൽ 17 പോലീസ് സ്റ്റേഷനുകളിലായി 40ഓളം പോലീസുകാരുടെ ഒഴിവുണ്ട് നിലവിൽ. പോലീസ് ജില്ലയ്ക്ക് ആവശ്യമായ AR ക്യാമ്പ്, കൺട്രോൾ റൂം, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, ബോംബ് സ്ക്വാഡ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, മോട്ടോർ ട്രാൻസ്പോർട്ടിംഗ് വിംഗ് തുടങ്ങിയ വിഭാഗങ്ങളൊന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. സേനയിലെ അംഗബല പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞാലും അന്വേഷണത്തിന് പോലീസ് എത്താത്ത അവസ്ഥയാണ്. ഉത്സവങ്ങൾ, സമരങ്ങൾ, സംഘർഷങ്ങൾ തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ കൊല്ലം AR ക്യാമ്പിൽ നിന്ന് മതിയായ പോലീസുകാരെ ലഭിക്കാത്തതിനാൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്നു. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ പോലീസുകാരെ മറ്റ് ജോലികൾക്കായി നിയോഗിക്കുന്നത് സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട്. രാത്രികാല പട്രോളിംഗിനാവശ്യമായ പോലീസുകാരെ നിയോഗിക്കാനും കഴിയുന്നില്ല. കൊട്ടാരക്കരയിൽ AR ക്യാമ്പ് അനുവദിക്കണമെന്ന് പലതവണ പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപ്പായിട്ടില്ല. പോലീസുകാരുടെ കുറവ് മൂലം ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനവും മുടങ്ങിയിട്ടുണ്ട്. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ബോധപൂർവ്വ കാലതാമസം വരുത്തുന്നതായി ആരോപണമുണ്ട്. അടൂർ KAP 3-ാം ബറ്റാലിയനിൽ നിന്നാണ് ജില്ലയ്ക്ക് ആവശ്യമായ പോലീസുകാരെ നിയമിക്കുന്നത്. 8 വർഷത്തോളം സർവീസുള്ള 800ഓളം പോലീസുകാരാണ് ജില്ലയിൽ നിയമനം കാത്ത് കഴിയുന്നത്. അടൂർ ക്യാമ്പിൽ 200 പോലീസുകാർ അധികവുമാണ്. എന്നിട്ടും ജില്ലയിലേക്ക് ആവശ്യമായ പോലീസുകാരെ നിയമിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം 28 പോലീസുകാർ മാത്രമാണ് KAP ബറ്റാലിയനിൽ നിന്ന് ജില്ലയിൽ നിയമിതരായത്. റൂറൽ പോലീസ് മേധാവിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലും പരിമിതികൾക്ക് നടുവിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. എക്സൽ ഇൻ എക്സാം എന്ന പേരിൽ SSLC +2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പരിശീലനത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നു. ഞായറാഴ്ച ഓടനാവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ക്ലാസ്. ഡോക്ടർ ജസ്റ്റിൻ പടമാടന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളിൽ വളർന്നുവരുന്ന ഭയം, ആകുലത, പ്രതിസന്ധികൾ, പൊതുപരീക്ഷാ തയ്യാറെടുപ്പ് എന്നിവയെ സംബന്ധിച്ചാണ് ക്ലാസ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഭക്തജനങ്ങളുടെ കണ്ണും മനസ്സും നിറച്ച് മത്സര ചെണ്ടമേളം ശ്രദ്ധേയമായി. തെന്മല മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ചാണ് മത്സര ചെണ്ടമേളം സംഘടിപ്പിച്ചത്. കടവൂർ നവരശ്മി ആർട്സും അഞ്ചൽ മഹാദേവ ആർട്സും തമ്മിൽ നടന്ന മത്സര ചെണ്ടമേളം കാണാൻ വിവിധ ദേശങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ ചെണ്ടമേളം മേളപ്പെരുപ്പിന്റെയും താളക്കൊഴുപ്പിന്റെയും മികവിൽ കാണികളെ ആഘോഷത്തിന്റെ നെറുകയിലെത്തിച്ചു. മേളത്തോടൊപ്പം നാടൻ കലാരൂപങ്ങളുടെ നൃത്തം കൂടിയായപ്പോൾ പരിപാടിക്ക് അഴകേറെയായി. ഇരു ടീമുകളും മാറി മാറി ജനങ്ങളെ ആഘോഷത്തിമിർപ്പിലെത്തിച്ച് ആരോഗ്യകരമായ മത്സരം കാഴ്ചവെച്ചു. എല്ലാം മറന്ന് ഭക്തർ മേളത്തിന് കാതോർത്തു. മേളക്കാർ പിരിഞ്ഞപ്പോൾ എത്ര കേട്ടാലും മതിവരാത്ത ഭാവം കാണികൾ കണ്ണിൽ നിറച്ച് മടങ്ങി. ന്യൂസ് ബ്യൂറോ, തെന്മല.
തിരക്കേറിയ പാതയിൽ യാത്രാ ദുരിതം സൃഷ്ടിക്കാൻ കൊട്ടാരക്കര പോലീസും. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ റോഡ് വക്കിൽ നിരത്തിയാണ് പോലീസ് ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നത്. കൊട്ടാരക്കര ഓയൂർ റോഡിൽ കച്ചേരി ജംഗ്ഷനിലാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത്. ഓയൂർ കൊട്ടാരക്കര റോഡ് സമാപിക്കുന്ന കൊട്ടാരക്കര കച്ചേരി റോഡിലെ കാഴ്ചയാണിത്. വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കാലങ്ങളോളം ഇവിടെ ഉപേക്ഷിക്കുന്നതോടെ തിരക്കേറിയ റോഡിലെ യാത്രാ ദുരിതം ഇരട്ടിയാകും. ഇവിടെ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് വാഹനങ്ങൾ ഇവിടെ റോഡ് വക്കിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഓയൂരിൽ നിന്നുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നുവരുന്നത്. ഓയൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചന്തമുക്കിൽ നിന്ന് തിരിഞ്ഞാണ് പോകുന്നത്. 7 വലിയ ലോറികൾ, 4 ടിപ്പറുകൾ, 5 JCB, പിന്നെ കുറെ ഓട്ടോറിക്ഷകളും കാറുകളും ജീപ്പുകളും റോഡിന്റെ ഇരുവശത്തുമായി നിരത്തിയിട്ടിരിക്കുകയാണ്. കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ നിക്ഷേപിക്കാൻ പോലീസ് ഇതുവരെയും ഇടം കണ്ടെത്തിയിട്ടുമില്ല. താലൂക്ക് വികസന സമിതി യോഗത്തിലും നിരവധി തവണ ഇതിനെച്ചൊല്ലി പരാമർശങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ എടുക്കാൻ ഉടമകൾ എത്താത്തതാണ് ഇത്രയധികം വാഹനങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണമാക്കുന്നത്. വാഹന ഉടമകൾ എത്തിയാൽ തന്നെ പിഴ ചുമത്താൻ വൻ തുക ആവശ്യപ്പെടുന്നതോടെ വാഹന ഉടമകൾ പിന്തിരിയാറാണ് പതിവ്. വർഷങ്ങളായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേലത്തിൽ വയ്ക്കുവാനും പോലീസ് തയ്യാറായിട്ടില്ല. പിടിച്ചെടുത്ത വാഹനങ്ങൾ കാട് കയറി തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് സമീപത്ത് 5 സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. സ്കൂൾ വിടുന്ന സമയത്തും രാവിലെയും വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇവിടെ. ഇതുകൂടാതെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ പെടാതെ വേണം ഇതുവഴി കടന്നുപോകാൻ. മരണഭയത്തോടെയാണ് ഇതുവഴി വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും കാൽനടയായി പോകുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി തവണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഇത് ഭയന്നിട്ടാകണം പോലീസ് അധികാരികൾ വികസന സമിതി യോഗത്തിൽ ഹാജരാകാറേയില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം UDF നിലനിർത്തി. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഈ മാസം 20-ന് നാടിന് സമർപ്പിക്കും. ട്രയൽ റണ്ണിന്റെ സ്വിച്ച് ഓൺ കർമ്മം KB ഗണേഷ് കുമാർ നിർവഹിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും അംഗബലവുമില്ലാതെ കൊട്ടാരക്കര റൂറൽ പോലീസ് നട്ടം തിരിയുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, പാലത്ര ഫാഷൻ ജുവല്ലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി, RK സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ്, പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്.